ഒന്ന് ആലോചിക്കേ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മൾ എന്തായിരുന്നു പഠിച്ചു വന്നിട്ടുള്ളത്? നമ്മൾ പഠിച്ചത് ശരാശരി കണ്ടുപിടിക്കാൻ അല്ലേടാ. ശരാശരി കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം, ആകെ ഡിവൈഡഡ് ബൈ എണ്ണമാണ്. 47 പകരം 97 എഴുതിയെന്ന് പറഞ്ഞു അല്ലെ. 47 പകരം 97 എഴുതുമ്പോ ആ വ്യത്യാസം എത്ര വന്നടാ? എത്ര വ്യത്യാസം വന്നു നോക്കിക്കേ. ഒരു 50ന്റെ വ്യത്യാസം വന്നില്ലേടാ. അതായത് 97 47 കുറച്ച് നോക്ക് നീ. 97 മൈനസ് 47 ചെയ്യുമ്പോ നമുക്ക് എന്ത് വരും? 50 എന്ന് വരും. നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആവറേജ് ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ ശരാശരി. എന്താണ് ആവറേജ്? നമുക്കറിയാം, നമ്മൾ കുഞ്ഞുനാൾ മുതലേ സ്കൂൾ ക്ലാസ്സുകളിൽ കേട്ടുവരുന്ന ഒരു കോൺസെപ്റ്റാണ് ആവറേജ് അഥവാ ശരാശരി എന്ന് പറയുന്നത് അല്ലേ. അതായത് നമുക്കിപ്പോൾ ഒരു ബൾക്ക് ഓഫ് ഡേറ്റ തന്നിരിക്കുകയാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റ തന്നിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്കൂൾ കാലം തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ് ആണല്ലോ. അപ്പോൾ എന്താണ് ഈ ആവറേജ് എന്ന് പറയുന്നത്? അതായത് ഇപ്പം നമുക്കൊരു, ഞാൻ പറഞ്ഞു, ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റ തന്നിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാനൊക്കെ പറയുമെന്ന് പറഞ്ഞില്ലേടാ. അതായത് നമുക്ക് എപ്പോഴും ആവറേജ് നമ്മൾ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു റേഞ്ചിലുള്ളൊരു വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ്. ഇപ്പോൾ എന്താണ്, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ്, കുറച്ച് ഹൈറ്റ് സെൻറ്റിമീറ്ററിൽ തന്നിരിക്കും. അപ്പോൾ അതിൻ്റെ ആവറേജ് എത്ര എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ കുട്ടികളുടെ എത്ര ഉണ്ടായിരിക്കും അവരുടെ ആ ഒരു ഹൈറ്റിൻ്റെ റേഞ്ച്, അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ആ ഒരു ഹൈറ്റിൻ്റെ റേഞ്ച് എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ്, ഓരോരുത്തരുടെയും ഹൈറ്റ് എടുത്ത് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസിൽ ആണ് നമ്മൾ ഈ പ്രധാനമായിട്ടും ആവറേജ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അതപ്പോൾ ഹൈറ്റിൽ മാത്രമല്ല, വെയിറ്റ് ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ എന്തും ആയിക്കോട്ടെ, ഏതൊരു ഡേറ്റാസ് എടുത്താലും നമ്മൾ ആവറേജ് എടുക്കുന്നത് ആ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് എല്ലായ്പ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് ആവറേജ് എടുക്കുന്നത്. ഇനി എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റ തന്നിരിക്കുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റയുടെ ആവറേജ് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ തുക ഡിവൈഡഡ് ബൈ എണ്ണം. നമ്മൾ പണ്ടേ കേൾക്കുന്നതാണ് ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ, അഥവാ തുക ഡിവൈഡഡ് ബൈ നമ്പർ അഥവാ എണ്ണമാണ് ശരാശരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ PSCയിൽ വളരെ സിമ്പിളും എന്നാൽ എക്സാമിന് എല്ലായ്പ്പോഴും ചോദിക്കുന്നതുമായ ഒരു ഏരിയ ആണ് ആവറേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റുഡൻറ് സ്കോർഡ് ദ ഫോളോവിംഗ് മാർക്ക് ഇൻ 5 ഡിഫറെൻറ്റ് സബ്ജക്ട് 85, 92, 78, 95 ആൻഡ് 80. വാട്ട് ഈസ് ദ സ്റ്റുഡൻസ് ആവറേജ് അക്രോസ് ദീസ് 5 സബ്ജക്ട്? കണ്ടോ, ഒരു കുട്ടിയുടെ 5 ഡിഫറൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ മാർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ആവറേജ് സ്കോർ എത്രയാണ്? എങ്ങനെ ചെയ്യാം? ഞാൻ പറഞ്ഞു, എന്താണ് ആവറേജിൻ്റെ ഫോർമുല? നമ്മൾ ആദ്യം നോക്കുക. ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അല്ലെങ്കിൽ സം ഡിവൈഡഡ് ബൈ നമ്പറാണ് ആണല്ലോ. അപ്പോൾ ഇവിടെ ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് തന്നിട്ടുണ്ട് അല്ലേ. 85, 92, 78, 95 ആൻഡ് 80. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ഇവരുടെ സം അഥവാ ടോട്ടൽ കണ്ടുപിടിക്കണം. ടോട്ടൽ കണ്ടുപിടിക്കാം. ടോട്ടൽ എന്താ? 85 പ്ലസ് 92 പ്ലസ് 78 പ്ലസ് 95 ആൻഡ് 80. കണ്ടോ, ഇതാണ് സമം. അപ്പോൾ എന്ത് വരും ഇവിടെ? 8ഉം 2ഉം 10, 10ഉം 5ഉം 15, 15ഉം 5ഉം 20. 0 കൊടുത്തു, 2 ശിഷ്ടം കൊടുത്തു. പിന്നീട് 8ഉം 2ഉം 10, 10ഉം 9ഉം 19 അല്ലേ. 19, 19ഉം 9ഉം 28, 28ഉം 8ഉം എത്രയാണ്? 36, 36ഉം 7ഉം അല്ലേ. 36, 7 എത്ര? 43 അല്ലേ. സോ നമുക്ക് 430 എന്ന് വരും ഇതിൻ്റെ സമ്മ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? 430 ഡിവൈഡഡ് ബൈ നമ്പർ. എത്രയാണ് നമ്പർ? എത്ര സബ്ജക്റ്റ് ആണ് ആകെ ഉള്ളത്? അതാണ് നമ്പർ എന്ന് പറയുന്നത്. ആകെ എത്ര സബ്ജക്റ്റ് ഉണ്ട് ഇവിടെ? ഇവിടെ 5 സബ്ജക്റ്റ് ആണെന്ന് അവർ ആദ്യമേ പറയുന്നുണ്ട്. സോ നമുക്ക് നമ്പറിന് പകരം എന്ത് കൊടുക്കാം? 5 കൊടുക്കാം. സോ നമ്മുടെ ആവറേജ് എങ്ങനെയാ? 430 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും അല്ലേ. 430 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നോക്കിക്കേ, ടേബിൾ നോക്കിക്കേ.
6 5 30, 7 5 35, 8 5 40. സോ 8 5 40. 3 0 കുറയ്ക്കുമ്പോൾ 3, 0 ഇവിടെ 0. വീണ്ടും 5ന്റെ ടേബിൾ പറഞ്ഞേ. 6 5 30 അല്ലേ? 6 5 30 ആണ്. അപ്പോൾ നമുക്ക് എത്ര വന്നു ആൻസർ? 86 അഥവാ 86 എന്ന് വരും അവിടുത്തെ ആവറേജ്. കണ്ടോ? അപ്പോൾ 85, 92, 78, 95, 80 എന്ന് പറയുന്ന 5 നമ്പേഴ്സിന്റെ ആവറേജ് എത്രയാണ്? 86 ആണ്. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ആരും മറക്കണ്ട, ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ആകെ അല്ലെങ്കിൽ തുക ഡിവൈഡഡ് ബൈ എണ്ണം അഥവാ നമ്പർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ ആവറേജ് ഓഫ് 5, 10, 15, x, 20 is 18, then what is the value of x? കണ്ടോ? അതായത് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഇതിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഒരെണ്ണം മിസ്സിംഗ് ആണ്. ആ നമ്പറിന് പകരമാണ് അവിടെ എക്സ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം നമ്മുടെ ബേസിക് ഫോർമുലയിലേക്ക് വരാം. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പം നമുക്ക് നോക്കാം. ടോട്ടൽ കണ്ടുപിടിക്കേണ്ടേടാ. നമുക്ക് വേണ്ടത് ആവറേജ് ആണ്. അപ്പോൾ ആദ്യം ടോട്ടൽ വേണം. അപ്പോൾ ടോട്ടൽ എങ്ങനെ കൊടുക്കാം? 5 + 10 + 15 + x + 20. ഇതായിരിക്കും ഇവിടുത്തെ ടോട്ടൽ അഥവാ സം എന്ന് പറയുന്നത്. എത്രയാണത്? കൂട്ടി നോക്കിക്കേടാ. 20, 20 15, 35, 35 10, 45, 45 5, 50. സോ 50 + x അല്ലേ? 50 + x. ഇതാണ് അവിടുത്തെ ടോട്ടൽ അഥവാ സം എന്ന് പറയുന്നത്. ഇനി നമ്പർ അല്ലേ? എത്ര എണ്ണം ഉണ്ടത്? എത്രയാണ് നമ്പർ? നമ്പർ എത്ര? 1 2 3 4 5. എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5 അല്ലേ? 5 നമ്പേഴ്സും ഉണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ എണ്ണി നോക്കുമ്പോൾ 1 2 3 4 നിങ്ങൾ എടുക്കും. എക്സ് അല്ലേ എന്ന് വിചാരിക്കും. എക്സിനെ കൗണ്ട് ചെയ്യാതെ പോകും. പക്ഷെ അങ്ങനെ പറ്റത്തില്ല. എക്സിനെ നമ്മൾ കണ്ടുപിടിക്കണം. എക്സ് അവിടുത്തെ ഒരു നമ്പർ ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ എണ്ണം എടുക്കുമ്പോൾ ആ എക്സിനെ കൂടി ആഡ് ആക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ എന്താ? എത്ര എണ്ണമാണ്? 5 ആണ്. അപ്പം നമുക്ക് എന്ത് വരും ഇവിടെ? ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. സം എത്ര? 50 + x ഡിവൈഡഡ് ബൈ നമ്പർ എത്ര? 5. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിക്കേ. എന്താ പറഞ്ഞേക്കുന്നവര്? ഈ നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 18 അഥവാ 18 ആണ്. നമ്പറിന്റെ ആവറേജ് 18 ആണ്. അതായത് ഈ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 18 ആണ് അല്ലേ? 50 + x/5 എന്നുള്ളത് 18 ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ ചെയ്യാം? ഇങ്ങോട്ട് എഴുതുവാണേ. 50 + x = 18 × 5 എന്ന് വരും അല്ലേ? അതായത് ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 5 അങ്ങ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ × 5 ആയി. അപ്പോൾ 50 + x = 18 × 5 എത്ര? 18 8 5 40, 5 4 9 90 എന്ന് വരും അല്ലേ? അപ്പോൾ 90. സോ 50 + x = 90 ആണ്. അതിൽ നിന്ന് x എന്ത് വരും? ലെഫ്റ്റ് സൈഡിലെ +50 അങ്ങ് അപ്പുറത്ത് പോകും. ഈ 90 അതുപോലെ എഴുതി. 90 - 50 അല്ലേ? ലെഫ്റ്റ് സൈഡിലെ +50 അപ്പുറത്ത് പോകുമ്പോൾ -50 ആയി. സോ 90 - 50 = 40 എന്ന് വരും. 40. സോ അവിടുത്തെ മിസ്സിംഗ് നമ്പർ ഏതാണ്? 40 ആണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ആവറേജ് കണ്ടുപിടിക്കുന്നത് അല്ലെ? ആവറേജ് കണ്ടുപിടിക്കുന്നതല്ല, ആവറേജ് തന്നു, ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സും തന്നു, അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കുന്ന ഈ രീതിയിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ രീതിയിലും ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു സെക്ഷനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ആവറേജ് ഹൈറ്റ് ഓഫ് 10 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഈസ് 145 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ടോട്ടൽ കമ്പൈൻഡ് ഹൈറ്റ് ഓഫ് 10 സ്റ്റുഡൻസ്? എന്താണ്? ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ആവറേജ് ഹൈറ്റ് അഥവാ ശരാശരി ഉയരം എന്ന് പറയുന്നത് 145 സെന്റിമീറ്റർ ആണ്.
അങ്ങനെയാണെങ്കിൽ അവരുടെ എന്താണ് ആകെ ഉയരം എത്ര? 10 കുട്ടികളുടെയും ആകെ ഉയരം എത്ര? ഒന്ന് ആലോചിക്കേ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മൾ എന്തായിരുന്നു പഠിച്ചു വന്നിട്ടുള്ളത്? നമ്മൾ പഠിച്ചത് ശരാശരി കണ്ടുപിടിക്കാൻ അല്ലേടാ. ശരാശരി കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം ആകെ ഡിവൈഡഡ് ബൈ എണ്ണമാണ്. ഇപ്പൊ തന്നിരിക്കുന്ന കാര്യം എന്താ പറഞ്ഞേക്കുന്നത്? എന്താ അവര് ആവറേജ് അവർ തന്നിട്ടുണ്ട്. ആവറേജ് ഹൈറ്റ് എന്നുള്ളത് എന്താണ്? 145 ആണ്. കുട്ടികളുടെ എണ്ണവും തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താണ്? അവരുടെ ആകെ ഹൈറ്റ് ആണ്. നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ടോ? ഇക്വേഷൻ? നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ആകെ അറിയാവുന്ന ഒരൊറ്റ ഇക്വേഷൻ ഉണ്ട്. ആ ഒരു ഇക്വേഷൻ മാത്രം മതി. ദാറ്റ് ഈസ് ഇനഫ്. അതുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വാ. അപ്പൊ എങ്ങനെയാ? നമുക്കറിയാം ശരാശരി അഥവാ ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അല്ലെ, ആകെ ബൈ എണ്ണമാണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ? ആവറേജ് ഹൈറ്റ് ഓഫ് 10 സ്റ്റുഡൻസ് അല്ലെ. 10 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അവിടെ കുട്ടികളുടെ എണ്ണം അല്ലെ, നമ്പർ ആണ്. അപ്പൊ നമ്പർ എത്രടാ? 10 ആണ്. ഇനി 10 കുട്ടികളുടെ ആവറേജ് ഹൈറ്റ് അഥവാ ശരാശരി ഉയരം ആവറേജ് എത്രയാണ്? 145 ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടേ? ടോട്ടൽ കമ്പൈൻഡ് ഹൈറ്റ്, ആകെ അല്ലേ. അപ്പൊ ടോട്ടൽ നമുക്ക് വേണം. എങ്ങനെയാ ടോട്ടൽ കണ്ടുപിടിക്കുന്നേ? നോക്കിയടാ, നിങ്ങൾ ഈ ഒരൊറ്റ ഇക്വേഷനിൽ നമുക്ക് 3 ഇക്വേഷൻസ് ഫ്രെയിം ചെയ്തെടുക്കാം. ശ്രദ്ധിക്കണേ. ശരാശരി ഈസ് ഈക്വൽ ടു ആകെ ബൈ എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ ആകെ അഥവാ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ടോട്ടൽ എന്ന് പറഞ്ഞാൽ ശരാശരി ഇൻറ്റു എണ്ണം അല്ലെ. ശരാശരി ഇൻറ്റു എണ്ണം അഥവാ ആവറേജ് ഇൻറ്റു നമ്പർ. കണ്ടോ? ടോട്ടൽ ഇസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ക്വസ്റ്റ്യനില് ശരാശരിയും തന്നിട്ടുണ്ട്, ആകെയും തന്നിട്ടുണ്ട്. നമ്മളുടെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ എണ്ണം അഥവാ നമ്പർ ഇസ് ഈക്വൽ ടു ആകെ ഡിവൈഡഡ് ബൈ ശരാശരി അല്ലെ. അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഒന്നുകൂടി പറയാം, ടോട്ടൽ ഇസ് ഈക്വൽ ടു എന്ത് വരുവടാ? ആവറേജ് ഇൻറ്റു നമ്പർ ആണ് അല്ലെ. ആവറേജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ബൈ നമ്പർ ആണ്. ഇനി നമുക്ക് നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ നമ്പർ ഇസ് ഈക്വൽ ടു, ഇതങ്ങ് മുകളിൽ പോവും, ഇതിങ്ങി താഴെ വരും. വേറൊരു വ്യത്യാസമില്ല. നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ എണ്ണം ഇങ്ങ് മുകളിൽ പോകും, ശരാശരി ഇങ്ങ് താഴെ വരും. സോ നമ്പർ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ ആവറേജ്. ഇങ്ങനെയാണ് ആ ഒരു ഫോമുല പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ എന്താ നമുക്ക് വേണ്ടേ? ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നേ എല്ലാവരും. ഇവിടെ എന്താണ്? ആവറേജും നമ്പറും തന്നിട്ടുണ്ട്, നമുക്ക് ടോട്ടൽ വേണം. സോ ആവറേജ് ഇൻറ്റു നമ്പർ. ആവറേജ് എത്ര? 145 ആണ്. ഇൻറ്റു നമ്പർ എത്ര? 10 ആണ്. സോ നമുക്ക് എന്ത് വരും? 1450 എന്ന് വരും. കണ്ടോ? 1450 സെന്റിമീറ്റർ. അതാണ് അവരുടെ ആകെ ഉയരം എന്ന് പറയുന്നത്. മനസ്സിലായോ? വളരെ സിമ്പിൾ അല്ലേ? ഒറ്റ ഫോമുലയിൽ നമുക്ക് 3 എക്സ്പ്രഷൻ കിട്ടും. അതുവഴി നമുക്ക് എന്ത് ചോദിച്ചാലും ചെയ്യാനും സാധിക്കും. ഓക്കെ. എ ഗാർഡനർ പിക്ക് എ ടോട്ടൽ ഓഫ് 150 ആപ്പിൾസ്. ഇഫ് ദ ആവറേജ് നമ്പർ ഓഫ് ആപ്പിൾ പെർ ബാസ്കറ്റ് ഈസ് 30, ഹൗ മെനി ബാസ്കറ്റ്സ് ഡിഡ് ദ ഗാർഡനർ ഫിൽ? കണ്ടോ? എന്താണ്ടാ? ഒരു തോട്ടപ്പണിക്കാരൻ അല്ലേ എന്ത് ചെയ്തു? 150 ആപ്പിൾ ആണ് പറിച്ചത്. അതിൽ ആവറേജ് നമ്പർ ഓഫ് ആപ്പിൾ പെർ ബാസ്കറ്റ്, ഓരോ ബാസ്ക്കറ്റിലെയും ആപ്പിളുകളുടെ ആവറേജ് എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര മാത്രം ബാസ്ക്കറ്റുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര ബാസ്ക്കറ്റിലാണ് ആ ആപ്പിള് ഫില്ല് ചെയ്തെന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാം? വളരെ സിമ്പിൾ അല്ലേടാ? അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അവിടെയും വരുന്നത്. നോക്കിയടാ, അദ്ദേഹം ആകെ എത്ര ആപ്പിളാണ് പറിച്ചത് നോക്കിയടാ. ഗാർഡനർ പിക്ഡ് ടോട്ടൽ ഓഫ് 150 ആപ്പിൾ അല്ലേ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആപ്പിൾ എത്ര? 150 ആണ്. ആണല്ലോ. ഇനി ആവറേജ് നമ്പർ ഓഫ് ആപ്പിൾ പെർ ബാസ്ക്കറ്റ്. കണ്ടോ? ആവറേജ് നമ്പർ ഓഫ് ആപ്പിൾ പെർ ബാസ്ക്കറ്റ്, അതായത് ആവറേജ് എവിടെ എത്രയാടാ? 30 ആണ്. എന്താ നമുക്ക് വേണ്ടത്? ഹൗ മെനി ബാസ്ക്കറ്റ് ഡിഡ് ദ ഗാർഡനർ ഫിൽ, അഥവാ നമ്പർ ഓഫ് ബാസ്ക്കറ്റ്സ് വേണം. അപ്പോൾ നമ്പർ ഓഫ് ബാസ്ക്കറ്റ്സ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? അപ്പൊ നമ്മുടെ ഫോമുല എന്താണ്? ഫോമുല പറയുന്നത് ആവറേജ് കണ്ടുപിടിക്കുന്നത്. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? നമ്പർ ഓഫ് ബാസ്ക്കറ്റ് അല്ലേ. അപ്പൊ എന്താ? നമ്പർ അങ്ങ് മുകളിൽ പോയിട്ട് ആവറേജ് ഇങ്ങ് താഴെ വരും. സോ നമ്പർ ഓഫ് ബാസ്ക്കറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ ആവറേജ്. കണ്ടോ? ടോട്ടൽ ഡിവൈഡഡ് ബൈ ആവറേജ്.
അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വാ. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ എക്സ്പ്രഷൻ കിട്ടി. ആ എക്സ്പ്രഷനിലേക്ക് നമ്മുടെ തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ടോട്ടൽ എത്ര ഇവിടെ? 150 ആണ്. 150 ഡിവൈഡഡ് ബൈ ആവറേജ് എത്രയാണ്? 30 ആണ്. സോ 150/30. 0 കട്ട് ചെയ്തു. 15/3. 15/3 എത്രടാ? 5 ആണ് അല്ലേ? സോ ഹൗ മെനി ബാസ്കറ്റ് ഡിഡ് ദ ഗാർഡനർ ഫിൽ? 5 ബാസ്കറ്റ് അല്ലേ? 5 ബാസ്കറ്റിലായിട്ട് ആണ് അദ്ദേഹം ഓരോന്നിലും 30 വെച്ചിട്ട് ഫില്ല് ചെയ്ത് പോയത്. ഓക്കെ അല്ലേ? ഇതിപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടി. പക്ഷേ വലിയ വലിയ ക്വാണ്ടിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ നോക്കിയടാ, നമ്മളിപ്പോൾ കഴിഞ്ഞ ആ ഒരു ഫസ്റ്റ് ടൈപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? ശരാശരി അഥവാ ആവറേജിന്റെ ബേസിക് കോൺസെപ്റ്റുകളായിരുന്നു അല്ലേ? ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ ഡിവൈഡഡ് ബൈ എണ്ണമാണ്. അതിൽ നിന്ന് എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഡിവൈഡ് ബൈ ശരാശരിയാണ്. അതല്ലെങ്കിൽ അതിൽ നിന്ന് ആകെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ശരാശരി ഇൻറ്റു എണ്ണമാണ്. അതൊക്കെയാണ് നമ്മൾ അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് പഠിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു. ഇനി ആവറേജിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ദേ വന്നിരിക്കുന്നത്. നോക്കിക്കേ. When a student calculated the average of 10 number, they got 79. Later, upon careful checking, it was found that they had mistakenly written 97 instead of 47 and 32 instead of 82 while calculating the sum. What is the actual average? എന്താണ് ക്വസ്റ്റ്യൻ? ഒരു കുട്ടി അല്ലേ, ഒരു കുട്ടി എന്താണ് 10 നമ്പേഴ്സിന്റെ ആവറേജിനെ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അവർക്ക് എന്ത് കിട്ടി? 79 കിട്ടി. 10 നമ്പേഴ്സിന്റെ ആവറേജ് ചെയ്തപ്പോൾ 79 കിട്ടി. പിന്നീട് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി എന്താണ്? അയ്യോ, ഫസ്റ്റ് എഴുതിയിരുന്ന നമ്പർ അല്ലേ, ഫസ്റ്റ് 47 എന്ന് പറയുന്ന നമ്പറായിരുന്നു വരേണ്ടത് അല്ലേ? പിന്നീട് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി എന്താണ്? 47 എന്ന് പറയുന്ന നമ്പർ വരേണ്ടതിന് പകരം കുട്ടി എഴുതിയത് 97 ആണ് അല്ലേ? 47 ആയിരുന്നു ആക്ച്വലി വരേണ്ടത്, പക്ഷെ എഴുതി വന്നപ്പോൾ 97 ആയിപ്പോയി. അതുപോലെ തന്നെ ആൻഡ് 32 ഇൻസ്റ്റെഡ് ഓഫ് 82 അല്ലേ? 82 വരണമായിരുന്നു. ആ 82ന് പകരം 32 ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ കറക്റ്റ് ആവറേജ് വരുന്നത്? എങ്ങനെ ചെയ്യും? എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം ആ കുട്ടി 10 നമ്പേഴ്സിന്റെ ആവറേജ് എടുത്തു അല്ലേടാ? 10 നമ്പേഴ്സിന്റെ ആവറേജ് എടുത്തപ്പോൾ എത്ര കിട്ടിയത്? 79 ആണ് അവിടെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ നമ്പർ എത്ര ആയിരുന്നു? 10 ആയിരുന്നു. അതിന്റെ ആവറേജ് എത്ര ആയിരുന്നു? 79 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ 10 നമ്പേഴ്സിന്റെ ആവറേജ് 79 ആണെങ്കിൽ ആ 10 നമ്പേഴ്സിന്റെയും കൂടി സം എത്രയായിരിക്കും എടാ? സം എത്ര ആയിരിക്കും? അഥവാ ടോട്ടൽ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ആവറേജ് ഇൻറ്റു നമ്പർ ആണ്. ആവറേജ് ഇൻറ്റു നമ്പർ ആണ്. അപ്പോ ഇവിടെ ആവറേജ് എത്ര? 79 അല്ലേ? 79 ഇൻറ്റു നമ്പറിന് പകരം 10 അഥവാ 790. 790 ആയിരിക്കും അവിടുത്തെ ടോട്ടൽ അഥവാ സം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതാണ് ആദ്യം കണക്ക് കൂട്ടി വെച്ചിരുന്നത്. ഓക്കെ, പിന്നീട് നോക്കിയപ്പോൾ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? 47 എന്ന് പറയുന്ന നമ്പർ എഴുതേണ്ടതിന് പകരം 97 എഴുതി. കണ്ടോ? അതായത് നോക്കി, ഞാനിപ്പോൾ ഇവിടെ നിന്ന് എഴുതുവാണ്. ഇൻകറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്ത് എന്താണ്? 97 എഴുതി വെച്ചു ഇൻസ്റ്റെഡ് ഓഫ് 47ന് പകരം. ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതുവാണ്. അപ്പം ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പം ഇൻകറക്റ്റ് ആയിട്ട് എഴുതിയതും കറക്റ്റ് ആയിട്ട് എഴുതിയതും, അതായത് 47 അവിടെ വരണമായിരുന്നു, പക്ഷെ ആ കുട്ടി എഴുതിയത് 97 ആണ് കേട്ടോ. അതുപോലെ തന്നെ ആൻഡ് 32 ഇൻസ്റ്റെഡ് ഓഫ് 82. 82 വരേണ്ടതിന് പകരം 32ഉം എഴുതി അല്ലേ? അതായത് തെറ്റിപ്പോയത് ഏതാ? 32. ശരിയായത് ഏതാ? 82. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കത് തെറ്റിപ്പോകത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും കണ്ടോ. അതായത് കറക്റ്റ് ആയതിനെ ഞാൻ ഒരു സൈഡിൽ കൊടുത്തു, ഇൻകറക്റ്റിനെ വേറൊരു സൈഡിലും കൊടുത്തു. അപ്പോൾ 47ന് പകരം 97 എഴുതി, 82ന് പകരം 32 എഴുതി. അങ്ങനെയാണെങ്കിൽ എന്താണ്? വാട്ട് ഈസ് ദ ആക്ച്വൽ ആവറേജ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിയടാ, നമുക്കറിയാം 10 നമ്പേഴ്സിന്റെ ആവറേജ് ആ കുട്ടി കാൽക്കുലേറ്റ് ചെയ്ത പ്രകാരം 79 ആയിരുന്നു. അതിന്റെ സമ്മ് നമ്മൾ എടുത്തപ്പോൾ നമുക്ക് 790 കിട്ടി അല്ലേ? ഇനി
ആ 790 എന്നുള്ളത് നമുക്കറിയാം ആകെ സമ്മാണ്. അതിൽ ഈ പറഞ്ഞ പോലെ ആ സം 790 എന്നുള്ളത് എപ്പോഴാണ് വരുന്നേ? ആ സം 790 എന്നുള്ളത് എപ്പോഴാണ് വരുന്നേ? ആ എടുത്ത നമ്പേഴ്സ് 97 32 ആയപ്പോഴാണ് ആ സം എത്ര വന്നത്? 790 വന്നത് അല്ലേ? അതായത് ഈ കുട്ടി വിചാരിച്ചത് 97 എന്നല്ലേടാ 47 പകരം. അതുപോലെ 82 പകരം 32 എന്നല്ലേ വിചാരിച്ചത്. അപ്പൊ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് ഈ സമ്മ് 790 വന്നത്. ഇനി ഇതൊക്കെ മാറ്റി കറക്റ്റ് വാല്യൂ ഇട്ട് നോക്കുമ്പോൾ എന്തായാലും ആ ഒരു സമ്മിന് വ്യത്യാസം വരത്തില്ലേ? വരുമല്ലോ. ആ സം എത്രയായിരിക്കും വ്യത്യാസം വന്നത് എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? ഇതാണ് അതിന്റെ പിന്നിലുള്ള ആ ഒരു ഐഡിയ എന്ന് പറയുന്നത് അല്ലേ? അതായത് നമുക്കറിയാം നമ്പർ ചേഞ്ച് ആവുമ്പോൾ, നമ്പർ ഒന്ന് ചേഞ്ച് ആയി കൊടുക്കുമ്പോൾ സമ്മിന് വ്യത്യാസം വരും. സമ്മിന് വ്യത്യാസം വരുമ്പോൾ ആവറേജിന് വ്യത്യാസം വരും. അപ്പൊ നമ്മൾ സമ്മിൽ നിന്ന് വേണം ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു എന്താണ് 47 പകരം 97 എഴുതിയെന്ന് പറഞ്ഞു അല്ലേ? 47 പകരം 97 എഴുതുമ്പോൾ ആ വ്യത്യാസം എത്ര വന്നടാ? എത്ര വ്യത്യാസം വന്നു നോക്കിക്കേ. ഒരു 50ന്റെ വ്യത്യാസം വന്നില്ലേടാ? അതായത് 97 47 കുറച്ച് നോക്ക് നീ. 97 - 47 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 50 എന്ന് വരും. അതായത് ഒരു 50ന്റെ വ്യത്യാസം ഇവിടെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ 50ന്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ നമുക്ക് ആദ്യം സം 790 കിട്ടി അല്ലേ? 790-ൽ നിന്ന് എന്ത് വേണം? ഒരു 50. പക്ഷെ ഇവിടെ 47 മതിയായിരുന്നു, ഇവിടെ 97 ആയപ്പോൾ ഒരു 50 കൂടി. അതായത് ഈ കിട്ടിയ വാല്യൂവിൽ നിന്ന് ഒരു 50 കുറയണം അല്ലേ? 50 കുറയണം. അതവിടെ നിൽക്കട്ടെ. 50ന്റെ വ്യത്യാസം വന്നു, 50 കുറഞ്ഞിരിക്കണം. രണ്ടാമത്തെ കേസ് നോക്കിക്കേ. രണ്ടാമത് എന്താ? കറക്റ്റ് ആയത് എന്തായിരുന്നു? 82 ആയിരുന്നു. പക്ഷേ എഴുതിയത് എന്താണ്? എഴുതിയത് 32 ആണ്. അവിടെ എത്ര വ്യത്യാസം വന്നു നോക്കണം. അതറിയാനായിട്ട് എന്താ 82-ൽ നിന്ന് 32 കുറച്ച് നോക്കിക്കേ. 82 - 32 ചെയ്യുമ്പോഴും നമുക്ക് എത്ര? 50 തന്നെയാ വരുന്നത് അല്ലെ? അപ്പൊ ഈ ഒരു ഡിഫറൻസ് നമുക്ക് എന്താ വരുന്നത്? 50 ആണ് വരുന്നത്. അതായത് എന്താണ്? ഇവിടെ നമുക്ക് ഒരു 50 കുറവായിരിക്കും അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ശ്രദ്ധിക്കണേ. ആദ്യം ഇവിടെ എന്താണ്? 47-ന് പകരം 97 എഴുതി. അങ്ങനെ വന്നപ്പോൾ ഒരു 50 എന്താണ്? ഫസ്റ്റത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം 50 കൂടുതലാണ് അല്ലേ? 50 കൂടുതൽ വന്നു. അപ്പൊ എന്ത് വേണം? നമ്മൾ ആക്ച്വലി കുറയ്ക്കുമ്പോൾ ഈ 790-ൽ നിന്ന് ഈ 50 കുറയ്ക്കേണ്ടുന്ന ആവശ്യം അവിടെ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ രണ്ടാമത്തെ കേസ് കൂടി നോക്കുക. രണ്ടാമത് നോക്കുമ്പോൾ ഇവിടെ ആക്ച്വലി വരേണ്ടത് 82 ആയിരുന്നു, പക്ഷേ 32 ആണ് എഴുതിയിരുന്നത്. അപ്പോഴും ആ ഡിഫറൻസ് നോക്കിയപ്പോൾ അവിടെ ഒരു 50 വന്നു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? ഇവിടെ 82 ആയിരുന്നു കറക്റ്റ്, 32 എഴുതിയോളൂ. അതായത് അവിടെ ഒരു 50ന്റെ കുറവുണ്ട്. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം അവിടെ ഒരു 50ന്റെ കൂടുതലുണ്ട്, ഇവിടെ ഒരു 50ന്റെ കുറവുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ തുകയ്ക്ക് എന്തായിരിക്കും വ്യത്യാസം വരുന്നത്? ആകെ തുക 790 ആയിരുന്നു. ആദ്യം അതിനോട് 50 കൂട്ടണം, പിന്നെ അതിനോട് 50 കുറയ്ക്കണം. അങ്ങനെയല്ലേ വരുന്നത്? മനസ്സിലായോ? ആദ്യം 50 കൂട്ടണം, പിന്നെ 50 കുറയ്ക്കണം. 50 കൂട്ടണം 50 കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒരേ നമ്പർ തന്നെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം ഇല്ലാതാക്കുന്നതല്ലേ നല്ലത് അല്ലെ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇപ്പോ നോക്കിക്കേ, 790-നോട് 50 കൂട്ടി 50 കുറച്ചു. ഇപ്പൊ 790-നോട് 50 കൂട്ടി 50 കുറച്ചു എന്ന് പറയുമ്പോൾ -50 + 50 ക്യാൻസൽ ചെയ്ത് പോയി. ആ 790 തന്നെയല്ലേടാ വരുന്നേ അല്ലേ? ആണ്. അപ്പൊ എന്താണ് അവിടുത്തെ സം എത്രയായിരിക്കും? 790 തന്നെ ആയിരിക്കും. മനസ്സിലായോ? വ്യത്യാസം വരുന്നില്ല. കാരണം ഇവിടെ രണ്ടുപേരുടെയും ഡിഫറൻസ് സെയിം ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി സെയിം അല്ല എങ്കിൽ ഉറപ്പായിട്ടും വ്യത്യാസം വരും, ആവറേജിന് വ്യത്യാസം വരും. പക്ഷെ ഇവിടെ എന്താണ്? ആ ഡിഫറൻസ് സെയിം വന്നതുകൊണ്ടാണ് അവിടെ സമ്മിന് വ്യത്യാസം വരാത്തത്. ഓക്കെ അല്ലേടാ? ഇനി നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? കറക്റ്റ് ആവറേജ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ സമ്മിന് ഇവിടെ വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ ആവറേജിന് വ്യത്യാസം വരുമോ? ഇല്ല. എന്താണ്? കാരണം നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പർ ആണ്. സമ്മിനൊരു വ്യത്യാസവും ഇല്ല. നമ്പർ എന്നുള്ളത് ഇപ്പോഴും 10 നമ്പർ തന്നെ, അന്നേരവും 10 നമ്പർ തന്നെയാണ്. നമ്പർ ചേഞ്ച് ആയി പോയെന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ സമ്മിനും വ്യത്യാസമില്ല, നമ്പറിനും വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആവറേജിന് വ്യത്യാസം വരുമോ? ആവറേജിന് വ്യത്യാസം വരത്തില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ആവറേജ് എന്തായിരിക്കും? 79 തന്നെ ആയിരിക്കും. മനസ്സിലായോ? ആദ്യമുള്ള അതേ ആവറേജ് തന്നെ ആയിരിക്കും. ഇതാണ് അത് കുറച്ച് മനസ്സിലാക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ, തെറ്റിപ്പോവരുതേ. നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, അപ്പോൾ ഓക്കെ ആവും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ കാൽക്കുലേറ്റിംഗ് ദ ആവറേജ് ഓഫ് 20 numbers a student obtained 45. It was found that 72 was
mistakenly read as 27 and 40 was mistakenly used as 60. What is the actual average? നോക്കിയടാ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണേ. എന്താ പറഞ്ഞേക്കുന്നേ? 20 നമ്പേഴ്സിന്റെ ആവറേജ് ഒരു കുട്ടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആ കുട്ടിക്ക് എത്ര കിട്ടി? 45 കിട്ടി. സോ നമുക്ക് നമ്പർ എത്ര നമ്പർ ഉണ്ടെന്ന് കിട്ടി? എത്ര നമ്പർ എന്ന് അവർ പറയുന്നുണ്ട്? 20 നമ്പേഴ്സ്. അപ്പൊ 20 നമ്പേഴ്സിന്റെ ആവറേജ് എത്രയാണ്? 45 ആണ്. സോ 20 നമ്പേഴ്സിന്റെ ആവറേജ് 45 ആണ്. അങ്ങനെയാണെങ്കിൽ 20 നമ്പേഴ്സിന്റെ സം എന്തായിരിക്കും? 20 നമ്പേഴ്സിന്റെ ആവറേജ് 45 ആണെങ്കിൽ 20 നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 45 ഇൻറ്റു 20 ആയിരിക്കും അല്ലേ? എന്താ വരുന്നേ? 45 ഇൻറ്റു 2 90, ഒരു 0 900 എന്ന് വരും. സോ 900 ആണ് അവിടുത്തെ സം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു സെന്റൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ ഇവിടെ ചെയ്തു വെച്ചു. അടുത്തതിലേക്ക് വരൂ. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് 72 വാസ് മിസ്റ്റേക്കൺലി റീഡ് ആസ് 27. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻകറക്റ്റും കറക്റ്റും എഴുതേണ്ടത്. ഇൻകറക്റ്റ്, കറക്റ്റ്. 72 വാസ് മിസ്റ്റേക്കൺലി റീഡ് ആസ് 27 അല്ലേ? എന്തായിരുന്നു കറക്റ്റ്? 72 ആയിരുന്നു. പക്ഷേ എന്താണ് ഇയാൾ വായിച്ചത്? 27 ആയിരുന്നു. കണ്ടോ? അപ്പോൾ 72നെ ഇൻകറക്റ്റ് ആയിട്ട് 27 ആയി കൊടുത്തു. ആൻഡ് 40 വാസ് മിസ്റ്റേക്കൺലി യൂസ്ഡ് ആസ് 60 അല്ലേ? 40 ആയിരുന്നു വരേണ്ടത്, പക്ഷേ എന്താണ് ഇൻകറക്റ്റ് ആയിട്ട് വന്നത്? 60 ആണ്. ഇത് തിരിഞ്ഞു പോവല്ലേ? ഇത് തിരിഞ്ഞു പോയാൽ എല്ലാം തെറ്റും. മനസ്സിലായോ? 40 വാസ് മിസ്റ്റേക്കൺലി യൂസ്ഡ് ആസ് 60. 40 ആയിരുന്നു വരേണ്ടത്, പക്ഷേ മിസ്റ്റേക്കലായിട്ട് എന്താണ്? 60 ആണ് കൊടുത്തത്. ഇനി നോക്കാം. ഇനിയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയടാ, ആദ്യം 72 ആയിരുന്നു കറക്റ്റ്, പക്ഷേ 27 എഴുതിയോളൂ. അതായത് എത്ര വ്യത്യാസം വരും? ഈ 72-ൽ നിന്ന് 27 കുറച്ചാൽ പോരെ? 72 മൈനസ് 27 ചെയ്യുക. അപ്പൊ എത്ര? 12 7 കുറച്ചേ 5. പിന്നീട് 6 മൈനസ് 2 45. സോ ഒരു 45ന്റെ ഡിഫറൻസ് വരും. 45ന്റെ ഡിഫറൻസ്, ഒരു ഡിഫറൻസ് നമ്മൾ എടുത്തപ്പോൾ 45 വന്നു. ഇനി നോക്കിയടാ, ഇനി രണ്ടാമത് 40 അല്ലെ? 40ന് പകരം 60 എഴുതി അല്ലെ? 40ന് പകരം 60 എഴുതി. അപ്പൊ കറക്റ്റ് വരേണ്ടിയിരുന്നത് 40 ആണ്, എഴുതിയത് 60 ആണ്. അപ്പൊ അവിടുത്തെ വ്യത്യാസം എത്രടാ? 20ന്റെ വ്യത്യാസം വന്നിട്ടില്ലേ? 20ന്റെ വ്യത്യാസം വന്നു അല്ലേ? അപ്പൊ നോക്കിയടാ, ഈ ഒരു ഡിഫറൻസ് എന്താ വന്നേ? 45 വന്നു അല്ലേ? അതായത് കറക്റ്റ് 72 ആയിരുന്നു വേണ്ടത്, പക്ഷെ ഇവിടെ 27 വന്നുള്ളൂ. അപ്പൊ നമുക്കൊരു 45ന്റെ കുറവുണ്ട്. അതായത് നമ്മളിപ്പോ ഈ കിട്ടിയ ഈ 900 ഇല്ലേടാ, അതിനോടൊപ്പം ഒരു 45 കൂടി നമ്മൾ കൂട്ടണം. മനസ്സിലായോ? 900-നോടൊപ്പം ഒരു 45 കൂടി കൂട്ടണം. ഇനി രണ്ടാമത്തെ കേസ് വന്നേ. രണ്ടാമത്തെ കേസില് 40 ആയിരുന്നു വരേണ്ടിയിരുന്നത്, പക്ഷേ എന്താണ്? 60 ആണ് എഴുതിയത്. 40 വരണമായിരുന്നു, 60 എഴുതി. അതായത് അവിടെ ഒരു 20ന്റെ കൂടുതലുണ്ടായി അല്ലേ? ഒരു 20 കൂടിയല്ലേ? അപ്പൊ എന്ത് വേണം? ആ കൂടിയ 20നെയും നമ്മൾ ഇവിടെ കുറയ്ക്കണം. അപ്പൊ എന്താ? ഒരു -20 ചെയ്യണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആദ്യത്തെ കേസിലാണെങ്കിൽ 72 ആയിരുന്നു വരേണ്ടിയിരുന്നത്, പക്ഷേ 27 ആണ് എഴുതിയത്. അപ്പൊ അവിടുത്തെ ഡിഫറൻസ് 45. അപ്പോൾ ഒരു 45ന്റെ കുറവ് അവിടെ ഓവറാൾ ഉണ്ടാവും. അപ്പൊ എന്ത് വേണം? ആ കിട്ടിയ 900-നോടൊപ്പം ഒരു 45 നമ്മൾ കൂട്ടണം. ഇനി അതല്ല, രണ്ടാമത്തെ കേസിലാണെങ്കിൽ എന്താണ്? 40 ആയിരുന്നു നമുക്ക് വരേണ്ടിയിരുന്നത്, പക്ഷേ 60 ആണ് അവിടെ എടുത്തത്. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് വേണം? അവിടെ ഒരു 20ന്റെ കുറവുണ്ടായി. അപ്പോൾ -20 ചെയ്യണം. അതായത് നമുക്ക് എന്താണ്? 900 + 45 - 20 അല്ലേ? അതായത് 900 + 45 - 20 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 45ഉം -20യും ഒരേ ചിഹ്നമുള്ളവയാണോ ഡിഫറൻറ്റ് ചിഹ്നമുള്ളവയാണോ? ഡിഫറൻറ്റ് സൈൻ ആണ് അല്ലേ? അപ്പോൾ ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ സൈൻ. 45 ന് 20 കുറയ്ക്കുമ്പോൾ എത്ര? 25 ആണ് അല്ലേ? അപ്പോൾ 900 + 25 925 എന്ന് വരും. മനസ്സിലായോ? 925. ഈ സൈൻ എടുക്കുന്ന തിരിഞ്ഞു പോവല്ലേ? സൈൻ എടുക്കുന്ന തെറ്റിപ്പോയാൽ എല്ലാം തെറ്റിപ്പോവും കേട്ടോ. അപ്പൊ 925 എന്ന് കിട്ടി. അതാണ് നമ്മുടെ പുതിയ സം അല്ലെ? പുതിയ സം എത്ര? 925. അങ്ങനെയാണെങ്കിൽ പുതിയ ആവറേജ് എന്തായിരിക്കും? ആക്ച്വൽ ആവറേജ് എന്തായിരിക്കും? ആക്ച്വൽ ആവറേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ അല്ലെ? പുതിയ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ തന്നെയാണ്. അപ്പോ പുതിയ സമ്മ് നമുക്ക് എത്രയാ കിട്ടിയത്?
925 925 ഡിവൈഡ് ബൈ നമ്പർ എത്രടാ? എത്ര നമ്പേഴ്സാ ഉള്ളത്? 20 എണ്ണം അല്ലേ? 20 ആണ്. സോ 925 ഡിവൈഡ് ബൈ 20 എന്ന് വരും. എത്രയാണ് 925 ബൈ 20? നമുക്ക് താഴോട്ട് ചെയ്യാവേ. 925 ഡിവൈഡ് ബൈ 20. നമുക്കറിയാം 20 ഇൻറ്റു 4 എത്രയാണ്? 80 ആണ്. അപ്പോൾ 2 12 അല്ലേ? 12 എന്ന് വന്നു. 125. അപ്പോൾ 20 വെച്ച് നമ്മൾ നോക്കി. 20 ഇൻറ്റു 6 6 ഉണ്ട് 12. 120 5 പോയിന്റ് 20 ഇൻറ്റു 2 40 10 100 5. അപ്പോൾ 46.25 എന്ന് വരും അല്ലേ? 46.25. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ എ 46.25 ആണ് നമ്മുടെ ആൻസർ വരുന്നത്.